ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏകൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഈ ക്രിസ്മസ് എക്സാമിനേഷൻ ഈ മാപ്പ് മാർക്കിംഗ് എങ്ങാനും വരുമോ? ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 2017 നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 2019 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും മാപ്പ് മാർക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പാറ്റേണിലാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ വരുന്നത്. 2022 മോഡലല്ല, 2023 നമ്മുടെ ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഉള്ളത്. അപ്പോൾ നമുക്ക് മാപ്പ് മാർക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് മാർക്കിംഗ് എടുക്കാൻ തീരുമാനിച്ചു. മാപ്പ് മാർക്കിംഗ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിതാ ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ചോദിച്ചാൽ ഇവിടെ ഒന്നെങ്കിൽ 4 മാർക്ക്, അല്ലെങ്കിൽ ഫൈനൽ എക്സാം നമ്മുടെ SLC എക്സാമിന് 4 മാർക്ക്, മോഡൽ എക്സാമിന് 4 മാർക്ക്, എന്തായാലും 4 മാർക്ക് ഫൈനലിൽ മേടിക്കാം. എന്തായാലും ഒന്ന് കാണുക, അവസാനം വരെ കാണുക, എളുപ്പത്തിൽ 4 മാർക്ക് മേടിക്കാൻ പറ്റും. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഒരു ഭാഗം എന്നുള്ളത് മൗണ്ടെയിൻസ് ആണ്, നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം. ഈ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റത്തിൽ നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നതിൽ ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, ഹിമാലയാസ് ഉണ്ട്, ഈസ്റ്റേൺ ഹൈലാൻഡ് ഉണ്ട്. ഈ ട്രാൻസ് ഹിമാലയാസിൽ തന്നെ വേറൊരു 3 ടീമാണുള്ളത്, അല്ലെങ്കിൽ ഇതിൽ 3 ആൾക്കാരുണ്ട്. ലഡാക്ക്, അതുപോലെ കാരക്കോറം ഉണ്ട്, അതുപോലെ സസ്കർ ഉണ്ട്. ഇങ്ങനെ 3 മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ട്രാൻസ് ഹിമാലയാസിലുള്ളത്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഏത് ചോദിച്ചാലും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഈ കശ്മീരിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു മാർക്ക് ഇടാം. കശ്മീരിന്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു മാർക്ക് ഇടാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഭാഗത്തൊരു മാർക്ക് ഇടാം, ഒരു ലൈൻ ഇടാം. നിങ്ങൾ ഭയങ്കര മുടുക്കന്മാരെന്ന് എനിക്കറിയാം. ഒരു വര ഇടാം. ഇതാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയ അതായത് കാരക്കോറത്തിനും ലഡാക്കിനും സസ്കറിനും ഏതെങ്കിലും ഒന്നേ ചോദിക്കൂ. ആ ഏരിയയിലായിട്ട് ഒരു വരയിട്ടാൽ മാത്രം മതി. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഹിമാലയാണ്. ഹിമാലയത്തിന് 3 ആൾക്കാരുണ്ട്. ഏതൊക്കെയാ? ഹിമാദ്രി ഉണ്ട്, അതുപോലെ ഹിമാചൽ ഉണ്ട്, ഒരാളും കൂടി ഉണ്ടല്ലോ, ശിവാലിക്. ഈ 3 പേരെ ചോദിച്ചാൽ നമുക്കറിയാം ഇതൊരു 3 പാരലൽ മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. 3 പേരും 3 പാരലൽ റേഞ്ചസ് ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. അതിന് കിടപ്പുവശം ഞാൻ ഈ വരച്ച പോലെ 3 പാരലൽ റേഞ്ചസ് ഇതാ ഇങ്ങനെ ഒരു ഉത്തരാഖണ്ഡ് മുതൽ ഇതാ ഇവിടെ അരുണാചൽ പ്രദേശ് വരെ പോകുന്ന 3 പാരലൽ റേഞ്ചസ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹിമാചൽ ചോദിച്ചാലും ഹിമാദ്രി ചോദിച്ചാലും ശിവാലിക് ചോദിച്ചാലും ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇന്ത്യയുടെ ബൗണ്ടറി ഇല്ലേ, ഇന്ത്യയുടെ ഈ ബൗണ്ടറി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഈ ബൗണ്ടറി, ഓക്കെ, ഞാൻ ഈ കാണിച്ച ഈ ബൗണ്ടറി, ഈ അതിർത്തി, ആ അതിർത്തിയായിട്ട് ഒരു വരയിടാം. ഈ വരയിട്ടാൽ ഇതിനർത്ഥം ഇത് തന്നെയാണ് നമ്മുടെ ഹിമാലയാസ് എന്നുള്ള ഹിമാലയ ചോദിക്കുന്നത്. ഇതിലെ 3 പെടും, ഹിമാദ്രി പെടും, ഹിമാചൽ പെടും, ശിവാലിക് പെടും. കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ മാർക്ക് കിട്ടേണ്ടതാണ്, കിട്ടും. ഓക്കെ, എന്തായാലും ഫൈനലിൽ മാർക്ക് കിട്ടും. കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആയിട്ട് ഒരു ലൈൻ ഇട്ടാൽ മതി. അതിനെയാണ് ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും 3നും കൂടെ ഒരു ലൈൻ മതി. പ്രായോഗികമല്ല, 3 ആൾക്കാർക്ക് ഒരു ലൈൻ പറഞ്ഞാൽ ശരിയുള്ള കേസല്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, വേറെ വഴിയില്ല. ഓക്കെ, അല്ലെങ്കിൽ അത്ര നിർബന്ധമാണ്, ഒന്ന് മേലെ ഒന്ന് താഴെ ഇട്ടാൽ മതി. 3 ആൾക്കാർക്കും സെപ്പറേറ്റ് ലൈൻ ഇടാം. അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്കും. 3 ആൾക്കും കൂടെ ഒരു ലൈൻ മതി. ആ ഏരിയയിൽ തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് മാർക്ക് ചെയ്യാണ്ട്. ഈസ്റ്റേൺ ഹൈലാൻഡ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. നിങ്ങൾ ഇതാ ഇവിടെ ഇന്ത്യയുടെ ബൗണ്ടറി ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ അതിർത്തി, കിഴക്കൻ അതിർത്തി. അവിടെ ഒരു ലൈൻ ഇട്ടിട്ട് ഒരു വരയിട്ടിട്ട് ആ വരയിട്ടിട്ട് അതിനെ 3 പീസാക്കി മാറ്റാം, 3 കഷ്ണമാക്കി മാറ്റാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് PNM എന്നെഴുതാം. PNM, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് ആലോചിച്ചാൽ മതി. PNM എന്താ സാർ ഈ P എന്ന് പറഞ്ഞാൽ? P ആണ് നമ്മുടെ പട്കായ് ബൂം. ഏതാണ് പട്കായ് ബൂം എന്ന് പറയുന്നതാണ് P. പട്കായ് ബൂം എന്ന് പറയുന്ന ഒരു പർവ്വത നിരയുണ്ട് അരുണാചൽ പ്രദേശിൽ, നാഗാലാൻഡിന്റെ മുകളിലായിട്ട് പട്കായ് ബൂം. അതുപോലെ N എന്നുള്ളത് നാഗാ ഹിൽസ് ആണ്, നാഗാ കുന്നുകൾ, നാഗ. അതുപോലെ M എന്നുള്ളത് മിസോ കുന്നുകളാണ്, മിസോ കുറച്ചുകൂടെ താഴേക്ക് നീളട്ടത്. ഓക്കെ, കുറച്ചുകൂടെ താഴോട്ട് നീളം മിസോറാമിലേക്ക് എത്തുന്നതാ ഇവിടെ. ഇത് മിസോ കുന്നുകളാണ്, മിസോ കുന്നുകൾ. അപ്പോൾ പട്കായ് ഭൂമി, നാഗായിലെ മിസോ കുന്നുകളാണ് ഇവ. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗാസിഗാരോ ജയന്തി ഉണ്ട്. അത് ഈ ബംഗ്ലാദേശിൻ്റെ, ഇത് ബംഗ്ലാദേശാണ്. ഈ ഒരു കാലി കിടക്കുന്ന സ്ഥലം ബംഗ്ലാദേശാണ്. അതിന് മുകൾ ഭാഗത്തായിട്ട് വരയിട്ടാൽ അത് നമ്മുടെ KKG ആണ്. കോക്കാച്ചി എന്നൊക്കെ പറഞ്ഞ മാതിരി KKG എന്ന് വെച്ചാൽ K ഫോർ ഗാസി, അടുത്ത K ഫോർ ഗാരോ, അടുത്ത ജയന്തി. ഇതാണ് ആ ടീം, ഗാസിഗാരോ ജയന്തി. ഓക്കെ, ഇതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് ട്രാൻസ് ഹിമാലയ വരയ്ക്കേണ്ട സ്ഥലം ഇതാ ഈ മുകൾ ഭാഗമാണെന്ന് മനസ്സിലായി. ഹിമാലയ വരയ്ക്കേണ്ടത് ഇതാ ഒരൊറ്റ ലൈൻ ഇതാ ഇവിടെ വരച്ചാൽ മതി. ഹിമാലയാസ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കിനോട് 3 കൂടെ ആ ബൗണ്ടറിയിൽ വരച്ചാൽ മതി. അതുപോലെ നമ്മുടെ പട്കായ് ഭൂമി, നാഗാ ഹിൽസും മിസോ ഹിൽസും മനസ്സിലായി. KKG മനസ്സിലായി, ഗാസിഗാരോ ജയന്തി. ഇതേ വേണ്ടു. നെക്സ്റ്റ് നമ്മുടെ
പെനിൻസുലാർ മൗണ്ടെയ്ൻസ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. ഒന്നാമത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. ഞാൻ പാഗ് എന്നിട്ടുണ്ട്, പാഘട്ടം, പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ടം എന്നുള്ളത് ഇത് അറേബ്യൻ സീ ആണ്, ഇത് ബേ ഓഫ് ബംഗാൾ ആണ്. നിങ്ങൾക്കറിയാം അറേബ്യൻ സീക്ക് പാരലൽ ആയിട്ട് വര വരച്ചാൽ അതാണ് മക്കളെ വെസ്റ്റേൺ ഘട്ടം. അപ്പൊ സാർ നമ്മുടെ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് വരച്ചാലോ? ഈ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു 2-3 ഗ്യാപ്പ് ഇട്ടാക്കേണ്ടി, ഇടക്കിടക്ക് ഓരോ വിടലിട്ടാക്കേണ്ടി. വിടലേറെ മനസ്സിലായോ? ഗ്യാപ്പുകൾ ഇട്ടാക്കേണ്ടി. ഇതാണ് നമ്മുടെ ഈസ്റ്റേൺ ഘട്ട്. ഈസ്റ്റേൺ ഘട്ടായി, വെസ്റ്റേൺ ഘട്ടായി. ഓക്കെ, ഇനി നമ്മുടെ വിന്ധ്യ സത്പുര, VS അച്യുതാനന്ദൻ സാറിന് ആലോചിക്കുക, VS ആലോചിക്കാം. ഇന്ത്യയുടെ സെൻറ്റർ ഭാഗം, ഇന്ത്യയുടെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ ഇതല്ലേ, മധ്യപ്രദേശ് ഈ ഭാഗം എടുക്കാം. ആ ഭാഗത്തായിട്ട് 2 പാരലൽ റേഞ്ചസ്, രണ്ട് സമാന്തര പർവ്വത നിരകൾ. അതാണ് VS വെച്ചാൽ വിന്ധ്യയും സത്പുരയും, V മുകളിലും S അടിയിലും. ഓക്കെ, ഇനി ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്. ഈ പാകിസ്ഥാന് പാരലായിട്ട് ഇതാ രാജസ്ഥാനിൽ ഒരു വര വരച്ചാൽ, ഇത് രാജസ്ഥാനാണ്, രാജസ്ഥാനിൽ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പറയുന്ന പേരാണ് ആരവല്ലി. എന്താ പറയുക? ആരവല്ലി. ആരെയോ വല്യല്ല, ആരവല്ലി. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പെനിൻസുലാർ മൗണ്ടെയ്ൻസ്. നെക്സ്റ്റ് ഹിമാലയൻ റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇൻഡസ് നമ്മൾ പറയുന്ന പേര് സിന്ധു എന്നാണ്, സിന്ധു. ഈ സിന്ധുവിന്റെ സാക്ക് ഒരു വള്ളിയില്ലേ, സി. ഓക്കെ, എന്ത് ചെയ്യാം? നമ്മുടെ ആ വള്ളി ഇങ്ങനെ തിരിച്ചിടാം. എവിടുന്നാ തുടങ്ങണ്ടേ? ചൈന. ഇത് ചൈനയാണ്, ടിബറ്റാണ്. ടിബറ്റിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ, ടിബറ്റിൽ നിന്ന് തുടങ്ങി നേരെ ഇവിടെ ഡോട്ട് ഇട്ട് കാശ്മീരിലൂടെ മേലേക്ക് പോവാം. അവിടുന്ന് നേരെ പാകിസ്ഥാനോട് താഴേക്ക് ഒരൊറ്റ വലിയ വലിക്കാം. ആ സാൻഡ് ആ ഒരു വള്ളി ആലോചിച്ചാൽ മതി, നേരെ അങ്ങ് പോരാ. ഡച്ച് ഇത് എവിടെ എത്തും? അറേബ്യൻ സീയിലെത്തും. യെസ്, ഇതാണ് നമ്മുടെ സിന്ധു. ഇതാണ് നമ്മുടെ സിന്ധു എന്ന് പറഞ്ഞ നദി അഥവാ ഇൻഡസ്. ഇനി ഗംഗ എന്ന് നമ്മൾ എഴുതല്, ഗംഗ ഇങ്ങനെ ഗ എഴുതാറുണ്ട്. ആ ഗ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. നോക്കടാ, ഈ ഒരു ഭാഗം സിന്ധു തുടങ്ങിയത് തൊട്ട് താഴെ നമ്മുടെ ഉത്തരാഖണ്ഡ് ഉണ്ട്. ആ ഉത്തരാഖണ്ഡ് എന്നുള്ള സ്ഥലം ഞാൻ ഇങ്ങോട്ട് എടുത്തു. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യാം? ഇതാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. ഓക്കെ, ഉത്തരാഖണ്ഡ് ഞാൻ ഗ ഇടാൻ പോവാം. ഒരു ഗ ഇട്ട് ആ ഗാ ശ്രദ്ധിക്കണം. ആ ഗാ നോക്ക്, ഉത്തർപ്രദേശിൽ നേരെ ഇങ്ങനെ വന്ന് നേരെ ഇതാ ബേ ഓഫ് ബംഗാളിൽ, ബംഗ്ലാദേശിൽ നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തി. ഓക്കെ, ചില ആൾക്കാർ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. ഈ റിവർ ഹൂഗ്ലി എന്നുള്ള റിവറാണ്. നിങ്ങളെ ചില ടീച്ചേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറയും. ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല, തെറ്റാണ്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്താലും മാർക്ക് കിട്ടും. അങ്ങനെ മാർക്ക് ചെയ്താലും മാർക്ക് കിട്ടാറുണ്ട്. ഇന്ത്യയുടെ ഭാഗം തന്നെയായിട്ടുള്ള ഗംഗയുടെ ഒരു നമ്മൾ പറയും ട്രിബ്യൂട്ടറി, കൈവഴിയാണെന്ന് പറയും. ഓക്കെ, ചില ആൾക്കാർ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. മാർക്ക് കിട്ടും, പക്ഷേ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള മാർക്കിങ് ഏതാണെന്ന് ചോദിച്ചാൽ നേരെ പോയിട്ട് ബംഗ്ലാദേശിലൂടെ ബേ ഓഫ് ബംഗാളിലെത്തലാണ്. പല അഭിപ്രായങ്ങളുണ്ടാവും. ഫൈനൽ എക്സാമിന് ഇതാണ് നല്ലത്. ഓക്കെ, യെസ്, ഇതാണ് ബേ ഓഫ് ബംഗാളിലെത്തുന്ന നമ്മുടെ ഗംഗ. ഇട്ടിട്ട് ചെയ്യാം ഗംഗ. ഓക്കെ, നെക്സ്റ്റ് ബ്രഹ്മപുത്ര റിവറാണ്. ബ്രഹ്മപുത്ര റിവർ ഇൻഡസ് റിവറിൻ്റെ അയൽവാസിയാണ്. അവിടുന്ന് തന്നെ തുടങ്ങുന്നത് നേരെ ഈസ്റ്റിലേക്ക് അങ്ങ് പോകും. കിഴക്കോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇന്ത്യയിലേക്ക് എത്തും. നേരെ ഇന്ത്യയിൽ മുട്ടും. ഇന്ത്യയിൽ മുട്ടുമ്പോൾ മൂപ്പര് U-ടേൺ എടുക്കും. U-ടേൺ എടുത്തിട്ട് ഒരൊറ്റ വലിയ അങ്ങ് വലിക്കുക. നേരെ എങ്ങോട്ടാണ് വലിക്കേണ്ടത്? ബംഗ്ലാദേശിക്ക് വലിക്കുക. നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് നേരെ വലിച്ച് ബേ ഓഫ് ബംഗാളിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ബ്രഹ്മപുത്ര. BP എന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര. ഇതേ വേണ്ട. ഇതാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ റിവേഴ്സ്. ഗംഗയായി, ബ്രഹ്മപുത്രയായി, ഇൻഡസായി. നെക്സ്റ്റ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒഡീഷ എന്നുള്ള സ്റ്റേറ്റ് അറിയണം. ഇതാണ് ഒഡീഷയിലുള്ള ഒരു റിവറാണ് ഇത്, മഹാനദി. ഞാൻ MD എന്നിട്ടുണ്ട്, മഹാനദി. ഒഡീഷയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു വര ഇട്ടാൽ മതി. ജസ്റ്റ് ഒരു ലൈൻ ഇടാം. ലൈനിടങ്ങൾ മിടുക്കന്മാരാണ്, നിനക്കറിയാം, മഹാനദി. നെക്സ്റ്റ് ഗോദാവരിയാണ്. ഗോദാവരി ഇതാ ഇവിടെ ഒരു വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വളഞ്ഞൊരു ഭാഗം, ഇന്ത്യയുടെ ഒരു വളഞ്ഞ ഭാഗം ഈസ്റ്റ് കോസ്റ്റിലേക്ക്. ഇതാ ലീസൺ, ആദ്യത്തെ ഈ ഒരു 4 എണ്ണം ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാളിൽ പോയി ചേരുകയാണ്. ബംഗാൾ ഉൾക്കടലിലാണ് പോയി ചേരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു വളവ് കാണാൻ പറ്റും. ആ വളവിലേക്ക് ശ്രദ്ധിക്കുക. ആ വളവിലേക്ക് 2 പേര് വന്ന് ചേരുന്നുണ്ട്. എത്ര പേര് വന്ന് ചേരുന്നുണ്ട്? 2 പേര്. ഏതൊക്കെയാണ് 2 പേര്? എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ശ്രദ്ധിക്കണേ, നോക്കണേ. ആ വളവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരാൾ വന്ന് ചേരുന്നു, മുകൾ ഭാഗത്തൂടെ ഒരാൾ വന്ന് ചേരുന്നുണ്ട്. അതാണ് ഗോദാവരി. ആ വളവിൻ്റെ താഴേക്ക് ഒരാൾ വന്ന് ചേരുന്നുണ്ട്. അതാണ് നമ്മുടെ കൃഷ്ണ. മുകളിലുള്ളത് ഗോദാവരിയും താഴെയുള്ളത് കൃഷ്ണയും. ഇത്രയേ ഉള്ളൂ. അവസാനം ഒന്നും കൂടെ മാർക്ക് ചെയ്യാവോ? ഒന്നും കൂടെ മാർക്ക് ചെയ്ത് തരാം. ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ വളവും കെട്ടെടുത്തു. ആ വളവിലേക്ക് ഒരാൾ ഒന്നിങ്ങനെ ചേരുന്നുണ്ട്. ആ വളവിലേക്ക് ഒരാൾ വന്ന് ചേരുന്നു. അയാളുടെ പേരാണ് ഗോദാവരി. പെനിൻസുലാർ റിവേഴ്സ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികളിൽ ഏറ്റവും വലുത്, ദ ലാർജസ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യ. ഓക്കെ, അതാണ് ഗോദാവരി. നെക്സ്റ്റ് ഇതിന് താഴെയായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് വന്ന് ചേരുന്ന അടുത്തൊരു റിവറാണ് നമ്മൾ പറയുന്ന കൃഷ്ണ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് തമിഴ്നാടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വരയിട്ടാൽ മതി. തമിഴ്നാട് സെൻട്രലിൽ ഒരു വരയിട്ടിട്ട് അതിന് നമ്മൾ പേര് പറയാം കാവേരി. അടുത്തത് കാവേരി. തമിഴ്നാടിൻ്റെ സെൻട്രൽ ഭാഗത ഇവിടെ എങ്ങനെ പോയിട്ട് ബേ ഓഫ് ബംഗാളിൽ ചേരുന്ന റിവർ ഉണ്ട്. അതാണ് കാവേരി എന്നുള്ള റിവർ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗുജറാത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ഒരു ഭാഗം, ഗൾഫ് ഓഫ് കാംബെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഗൾഫ് ഓഫ് കാംബെ അവിടേക്ക് എത്തിച്ചേരുന്ന 2 റിവേഴ്സ് ഉണ്ട്. നമ്മുടെ അറേബ്യൻ സീയിലേക്ക് വന്ന് ചേരുന്ന റിവേഴ്സ് ഇതാ ഇവിടെ ഒരാൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അടുത്ത ആൾ ഇവിടെ മാർക്ക് ചെയ്യുക, തൊട്ട് താഴെ
രണ്ടുപേരും ഒരുമിച്ച് മാർക്ക് ചെയ്തോളൂ. എളുപ്പവഴി കണ്ടത് പിന്നെ നമുക്ക് പഠിക്കാം. NT എന്ന് വെച്ചാൽ മേലുള്ള നർമ്മദ താഴെയുള്ള താപ്തി. ഇത്ര വേണ്ടു. യെസ്, മക്കളൊന്നും കൂടെ ശ്രദ്ധിക്കണം. നർമ്മദയും താപ്തി മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ മാർക്ക് ചെയ്തു? അപ്പം സാർ ഒരു ഡൗട്ട്, ഇപ്പം ഞാനിവിടെ ഒരു വര വരച്ചു. ഇതിപ്പോൾ നർമ്മദയാണോ താപ്തിയാണോ? ഇത് രണ്ടുമാണ്. ഈ ഭാഗത്തായിട്ട് ഒരു വര വെസ്റ്റിലേക്ക് ഇട്ടാൽ, വെസ്റ്റിലേക്ക് നമ്മളൊരു വര ഇട്ടിട്ട് ഗൾഫ് ഓഫ് ക്യാമ്പ് ഈ ഒരു ഭാഗത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് നർമ്മദ, ഇത് തന്നെയാണ് താപ്തി. നർമ്മദയും താപ്തിയും ഒന്ന് തന്നെയാണ്, ഏകദേശം ഒരേ റീജിയനിലാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഒന്നായിട്ട് വരച്ചാൽ മതി. ലിസൺ, നർമ്മദക്കും താപ്തിക്കും ഏതെങ്കിലും ഒന്നേ ചോദിക്കൂ. ഒന്നെങ്കിൽ നർമ്മദ അല്ലെങ്കിൽ താപ്തിയെ ചോദിക്കുള്ളൂ. അപ്പം നർമ്മദയും താപ്തി ഈ ഭാഗത്ത് ഒരു വര ഇട്ടാൽ മതി. ഈ ഭാഗത്തായിട്ട് ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അത് നർമ്മദയാണ്, താപ്തിയാണ്. ഈ ഭാഗത്ത് ആ ഒരു നമ്മുടെ മഹാരാഷ്ട്രയുടെ ബോർഡർ ഈ ഒരു ഭാഗം. ഓക്കെ, ജസ്റ്റ് ഒരു വര ഇട്ടാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഇല്ലാത്തതാണ് ചോദിക്കുക. അപ്പോൾ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെ നോക്കാം? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ എന്തായാലും ഉണ്ടാകും. ആ ഗ്യാപ്പിൽ നിന്നൊരു വര ഇട്ടാൽ മതി. ആ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ഭാഗം ഒരു വര ഇട്ടാൽ മതി. അത്രേ വേണ്ടു. ഓക്കെ, ഇതാ നമ്മുടെ നർമ്മദയും താപ്തിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പെനിൻസുല റിവേഴ്സ് ഇവിടെ വെച്ച് തീർന്നു. നെക്സ്റ്റ് പ്ലാറ്റ്യൂ ആണ്. പ്ലാറ്റ്യൂ മാർക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഞാൻ ആദ്യം വിന്ധ്യ സത്പുര മാർക്ക് ചെയ്യാണ്. വിന്ധ്യക്ക് സത്പുര കൂടെ ഇതുപോലെ ഒരു ലൈൻ മതി ഇട്ടാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസിന് പകരം ഞാൻ വിന്ധ്യ സത്പുര ഞാൻ ഒരൊറ്റ ലൈനായിട്ട് മാർക്ക് ചെയ്തു. വിന്ധ്യ സത്പുര അത് തന്നെയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ആ ഭാഗത്താണ്. വിന്ധ്യയുടെ മുകൾ ഭാഗത്തായിട്ട് മുകൾ എന്ന് പറയുമ്പോൾ മാൾവ. യെസ്, അടിപൊളി. മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ മാൾവ. മധ്യപ്രദേശിൽ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പറയും മാൾവ പ്ലാറ്റ്. എന്താ പേര് പറയാം? മാൾവ പീഠഭൂമി എന്നാ പറയാം. ഓക്കെ, അടുത്തത് നമ്മുടെ വിന്ധ്യ സത്പുരയുടെ കിഴക്ക് ഭാഗത്ത് ഛത്തീസ്ഗഡ് എന്നുള്ള സ്ഥലമാണ്. ഛത്തീസ്ഗഡിലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ. ചായും ആലോചിച്ചാൽ മതി. ചോട്ടാ നാഗ്പൂർ ഛത്തീസ്ഗഡിലെ അല്ലെങ്കിൽ ജാർഖണ്ഡിലെ ആ ഒരു പ്ലാറ്റ്യൂ, ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട ആ ഒരു റീജിയനിലെ പ്ലാറ്റ്യൂ ആണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്നുള്ള പ്ലാറ്റ്യൂ. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഡൗൺ എന്ന് വെച്ചാൽ താഴെ അല്ലേ? ഡൗൺ. അപ്പോൾ ഡാ വെച്ചിടുന്ന പ്ലാറ്റ്യൂ ഇതാ ഡെക്കാൻ. യെസ്, താഴെ നോക്ക്, ഡെക്കാൻ ഇവിടെയാണ്. ചോട്ടാ നാഗ്പൂർ വലതുവശത്ത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അടുത്താണെങ്കിൽ നമ്മുടെ തെലങ്കാനയുടെ ഭാഗത്തായിട്ട് ഡൗൺ. നമ്മുടെ വിന്ധ്യ സത്പുര മാർക്ക് ചെയ്താൽ വിന്ധ്യ സത്പുരയുടെ ഡൗൺ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പീഠഭൂമിയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഡെക്കാൻ പീഠഭൂമിയാണത്. യെസ്, അപ്പം നമുക്ക് 3 കിട്ടി. നെക്സ്റ്റ് കത്തിവാർ പെനിൻസുല. കച്ച് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ കത്തിവാർ പെനിൻസുല രണ്ട് ഏതാ നോക്കാം. ഇതാ പെനിൻസുല എന്ന് പറയാൻ 3 സൈഡിലും വെള്ളമായിരിക്കും. ഈ രണ്ടുമാണിത്. ഗുജറാത്തിൻ്റെ ആ ഒരു സിംഹത്തലക്കകത്ത് മുകൾ ഭാഗം കച്ച്, മുകൾ ഭാഗമാണ് റാൻ ഓഫ് കച്ച് എന്നുള്ള കച്ച്, താഴെ ഭാഗമാണ് കത്തിയവാർ. അത്രയുള്ള പരിപാടി. കത്തിയവാർ. ഓക്കെ, ഗുജറാത്തിലാണ് കത്തിയവാർ യുദ്ധം. അങ്ങനെ ആലോചിക്കരുത് കേട്ടോ. ഓക്കെ, യെസ്, ഗുജറാത്തിലാണ് കത്തിയവാറും അതുപോലെ എന്തുള്ള കച്ചുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. കത്തിയവാർ. യെസ്, ബസ് കഴിഞ്ഞു. ഇത്ര മാത്രം മതി. ഡൺ. അപ്പം നമുക്ക് എന്ത് ചെയ്ത് ഉത്തരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാലും ഇതിൽ നിന്ന് ഉത്തരം കിട്ടും. പക്ഷേ ഒരാളും കൂടെ ബാക്കിയുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്കെ, മുകളിൽ കച്ച് താഴെ കത്തിയവർ മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻ. രണ്ട് കോസ്റ്റൽ പ്ലെയിനാണ് നമുക്കുള്ളത്. ഒന്ന് വെസ്റ്റ് കോസ്റ്റും അടുത്തത് ഈസ്റ്റ് കോസ്റ്റും. നമുക്ക് നോക്കാം. സിമ്പിളാണ്. ഗുജറാത്തിൻ്റെ കോസ്റ്റിന് മുഴുവനായിട്ട് നമ്മുടെ മുകളിൽ കച്ച് പെനിൻസുല, താഴെ കത്തിവാർ പെനിൻസുല ഉണ്ട്. ആ ഗുജറാത്തിൻ്റെ കോസ്റ്റിന് മുഴുവനായിട്ട് പറയുന്ന പേരാണ് ഗുജറാത്ത് തീരം. എന്താ പേര് പറയാ? തീരം. ഇത് തീരസമതലം എന്നാ പറയാ. തീരസമതലം. ഓക്കെ, ഇനി ഗുജറാത്ത് മുതൽ നമ്മുടെ കേരളം വരെയുള്ള ഭാഗം, ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് കൊങ്കൺ തീരം. കൊണകൊണയല്ല, കൊങ്കൺ തീരം. ദെൻ അതുപോലെ നമ്മുടെ കേരള തീരത്തിന് പറയുന്ന പേരാണ് മലബാർ തീരം. മലബാർ കോസ്റ്റ് എന്ന് പറയും. ഇനി നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിനെ, ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. താഴെ ഭാഗത്തിന് നമ്മുടെ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെ പകുതി വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേര് കോറമണ്ടൽ. മണ്ടനല്ല, കോറമണ്ടൽ. എന്താ പേര് പറയുക? കോറമണ്ടൽ. അപ്പോൾ സാർ മുകൾ ഈ മുകൾ ഭാഗം ബംഗാൾ വരെയുള്ള, ബംഗാളിൻ്റെ ഭാഗം ഉത്കൽ എന്നൊക്കെ പറയാതെ എന്തോ ആയിക്കോട്ടെ, അവിടേക്ക് ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബുക്കിലുള്ള പോലെ പഠിച്ചാൽ മതി. മുകൾ ഭാഗത്തിന് നമ്മൾ പറയുന്നത് നോർത്ത് സിർക്കാർ അഥവാ വടക്കൻ സിർക്കാർ എന്നിവിടെ പറയാറുണ്ട്. മലയാളത്തിൽ ഇംഗ്ലീഷ് ഒരേ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. വടക്കൻ സിർക്കാസ് എന്നും കൂടെ പറയാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് മാപ്പിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഒരു മൗണ്ടെയിൻ, റിവർ, പ്ലാറ്റ്യൂ, അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലം, പർവ്വതങ്ങൾ, നദികൾ, അതുപോലെ പീഠഭൂമി. ഇതേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. മറ്റുള്ള നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് കുറവാണ്. നോർത്തേൺ പ്ലെയിൻസ് ഒക്കെ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. ചോദിച്ചാൽ തന്നെ നമുക്ക് എന്താ എളുപ്പമല്ല. ഇത് മരുസ്ഥലി ബാഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ മരുഭൂമിയിലെ പ്ലെയിനാണ്. ഇൻഡസിൻ്റെ ഈ ഭാഗത്ത് ഇൻഡസിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. ഇത് മരുസ്ഥലി ബാഗർ, മരുഭൂമി. ഗംഗ പോകുന്ന വഴി ഗംഗയുടെ പ്ലെയിൻ, ബ്രഹ്മപുത്ര വരുന്ന ബ്രഹ്മപുത്രയുടെ പ്ലെയിൻ. ആ റിവറുമായി ബന്ധപ്പെട്ട റിവർ ഏതോടെയാണ് വരുന്നത് ആ ഭാഗത്ത് ഷെയ്ഡ് ചെയ്താൽ മതി. റിവർ എവിടെ വരുന്നു അത് മാത്രം ഷെയ്ഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ,
അപ്പോൾ എനിക്ക് താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള കഥകളെല്ലാം തന്നെ എവിടെ വരും? നമ്മുടെ ലൈവിൽ വരട്ടോ, ലൈവിൽ വരട്ടോ. ഓക്കെ, ഇതെന്തായാലും നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. നമുക്ക് SLC A+ ആണ് പ്രധാനം, പക്ഷേ ക്രിസ്മസ് എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ്. വിടാൻ പാടില്ല, വിടാൻ പാടില്ല. എല്ലാത്തിനും ഫസൽ സാറും മത്സൽ സാറും യദു സാറും കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു, ബൈ, സീ യു മക്കളെ.